എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് 35 പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ച 5ാമത്തെ ക്വസ്റ്റ്യൻ. ദ എക്സ്പ്രഷൻ ഫോർ ദി സം ടു n ടേംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ദി nth ടേം ഓഫ് ഈച്ച്. ഇവിടെ ചില അരിത്തമെറ്റിക് സീക്വൻസുകളിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. ഓരോ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും nth ടേം കണ്ടുപിടിക്കുക. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ n² + 2n. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആണ് ഈ തന്നിരിക്കുന്നത്, n² + 2n. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേമാണ്, n-ാം പദമാണ്. എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും n-ാം പദം xn എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? dn + f - d. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ n-ാം പദം കണ്ടുപിടിക്കാൻ നമ്മൾ d കോമൺ ഡിഫറൻസും f ഫസ്റ്റ് ടേമും അറിഞ്ഞിരിക്കണം. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് x1, x2, x3 ഇങ്ങനെ തുടർന്നു പോവുകയാണ്. ഇവിടെ n-ന് 1 എന്ന വില കൊടുത്താൽ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 1 ടേം കിട്ടും. ഈ അരിത്തമെറ്റിക് സീക്വൻസ് x1, x2, x3 ഇങ്ങനെ തുടർന്നു പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 1 ടേം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആദ്യത്തെ ടേമിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം തന്നെ വരും. ഫസ്റ്റ് ടേം ഇവിടെ x1 അല്ലേ, x1 = n-ന് 1 എന്ന വില കൊടുത്താൽ ഇത് എന്തായി മാറും? 1² അല്ലേ. n-ന് 1 കൊടുക്കുമ്പോൾ 1² + 2n എന്ന് പറഞ്ഞാൽ 2 × n എന്നാണ്. അപ്പോൾ ഇവിടെ n-ന് 1 ആയതുകൊണ്ട് 2 × 1. അപ്പോൾ 1² എന്ന് പറഞ്ഞാൽ 1 × 1 ആണ്. 1 × 1 എത്രയാണ്? 1 തന്നെ. പ്ലസ് 2 × 1 2. അപ്പോൾ 1 + 2 3. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി n-ന് നമ്മൾ 2 എന്ന വില കൊടുത്താൽ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് കിട്ടും. അതായത് ആദ്യത്തെ 2 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? x1 + x2 = ഇവിടെ n-ന് 2 എന്ന് കൊടുത്താൽ എന്ത് വരും? 2² + 2n എന്ന് പറയുമ്പോൾ 2 × n. ഇവിടെ n-ന് 2 അല്ലേ കൊടുക്കുന്നത്? 2 × 2. 2² എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഗുണിക്കുക എന്നാണ്. 2 4 4 ഇവിടെ 2 × 2 4 തന്നെ. അപ്പോൾ 4 + 4 8. അപ്പോൾ x1 + x2 എത്രയാണ്? 8 കിട്ടിയത് അല്ലേ. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെ കൂട്ടിയാൽ 8. ഫസ്റ്റ് ടേം നമുക്ക് 3 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ 3 + x2 = 8. അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് എന്ത് കിട്ടും? +3. സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് 3 ആവും? -3 ആവും. അപ്പോൾ 8 - 3 5. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് എഴുതാമല്ലോ. ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം 5 ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ പോരെ. 5 - 3 2. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 2 കൂട്ടിയാൽ പോരെ 5ൻ്റെ കൂടെ. 3 5 7 ഇങ്ങനെ തുടർന്നു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ് ഇത്. നമ്മളോട് ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. nth ടേം എന്ത് വരും? ഇവിടെ d = നമുക്ക് 2 അല്ലേ കിട്ടിയത്. അപ്പം 2 × n + ഫസ്റ്റ് ടേം 3 ആണ്, 3 - 2. 2 × n എന്ന് പറഞ്ഞാൽ 2n പ്ലസ് 3 - 2 3 ന് 2 കുറച്ചാൽ 1. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം എന്താണ്? 2n + 1. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക
സം ഓഫ് ഫസ്റ്റ് n ടേംസ് തന്നാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. ഇങ്ങനെയും ചെയ്യാം. ഇത് ഒരു കണക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു തന്നു. എല്ലാ കണക്കുകളും നമുക്ക് ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ എളുപ്പമുള്ള മാർഗത്തിലാണ് ഇനിയുള്ള കണക്കുകളിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുന്നത്. ഇഫ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence is of the form an square plus bn, then first term a plus b, common difference 2 into a. ഇവിടെ a എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് n സ്ക്വയർ ആണ്. n സ്ക്വയറിൻ്റെ ഗുണകം. b എന്ന് പറഞ്ഞാൽ n-ൻ്റെ ഗുണകം അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് ബിയും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് a. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഡിയും കിട്ടിയാൽ നമുക്ക് nth ടേം എളുപ്പം കണ്ടുപിടിക്കാം. കാരണം xn എന്ന് പറഞ്ഞാൽ dn പ്ലസ് f മൈനസ് d ആണ്. നമ്മളിപ്പം ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. സം ഓഫ് ഫസ്റ്റ് n ടേം n സ്ക്വയർ പ്ലസ് 2n. ഇവിടെ ഫസ്റ്റ് ടേം എഫ് എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ആണ്. a എന്ന് പറഞ്ഞാൽ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ്, b എന്ന് പറഞ്ഞാൽ n-ൻ്റെ കോയിഫിഷ്യൻ്റ്. ഇവിടെ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? n സ്ക്വയറിൻ്റെ ഇടതുവശത്ത് ഒരു സംഖ്യയും കാണുന്നില്ല അല്ലേ? അപ്പം ഇവിടെ 1n സ്ക്വയർ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1ഉം n-ൻ്റെ കോയിഫിഷ്യൻ്റ് 2ഉമാണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം 1 പ്ലസ് 2 3 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 2 ഇൻറ്റു n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഗുണകം 1. അപ്പോൾ 2 ഇൻറ്റു 1 2. അപ്പോൾ ഫസ്റ്റ് ടേം എഫ് 3 എന്നും കോമൺ ഡിഫറൻസ് ഡി 2 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് nth ടേം എളുപ്പം കണ്ടുപിടിക്കാം. xn ഈക്വൽ ടു dn, d 2 ആണ്. അപ്പം 2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 2n പ്ലസ് ഫസ്റ്റ് ടേം 3 ആണ് അല്ലേ? 3 മൈനസ് 2. അപ്പോൾ ഇതെന്ത് വരും? 2n പ്ലസ് 3ൽ നിന്ന് 2 കുറച്ചാൽ 1. അപ്പോൾ ഫസ്റ്റ് ടേം 3യും കോമൺ ഡിഫറൻസ് ഡി 2വുമായ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം 2n പ്ലസ് 1 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സം ടു n ടേംസ് 2n സ്ക്വയർ പ്ലസ് n ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എഫ് എന്ത് വരും? n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഗുണകം ഇവിടെ 2 ആണ്. അപ്പോൾ 2 പ്ലസ് n-ൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഗുണകം എന്താണ്? n-ൻ്റെ ഇടതുവശത്ത് ഒരു സംഖ്യയും കാണുന്നില്ല അല്ലേ? അപ്പോൾ ഇവിടെ 1 ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ 2 പ്ലസ് 1 ഫസ്റ്റ് ടേം 3 വരും. ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 2 ഇൻറ്റു n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 2. 2 ഇൻറ്റു 2 4. അപ്പോൾ ഇവിടുത്തെ nth ടേം എന്ത് വരും? nth ടേം xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ആണ്. ഇവിടെ d കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 4n പ്ലസ് ഫസ്റ്റ് ടേം എഫ് 3 ആണ്. അപ്പോൾ എഫ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ 3 മൈനസ് 4. അപ്പോൾ 4n പ്ലസ് 3 മൈനസ് 4 ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കുന്നത്. അപ്പം 4ന് 3 കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇട്ടാൽ മതി. അപ്പം 4ന് 3 കുറച്ചാൽ 1, പിന്നെ മൈനസ് ചിഹ്നം ഇടുമ്പോൾ -1. പ്ലസും മൈനസും അടുത്ത് വന്നാൽ മൈനസ് ആയിരിക്കും. അപ്പോൾ 4n മൈനസ് 1. അപ്പോൾ ഫസ്റ്റ് ടേം 3യും കോമൺ ഡിഫറൻസ് 4ഉമായ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം 4n മൈനസ് 1 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് n സ്ക്വയർ മൈനസ് 2n. അപ്പോൾ ഇവിടെ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? n സ്ക്വയറിൻ്റെ ഇടതുവശത്ത് സംഖ്യ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ 1 ഉണ്ട് എന്നാണ് അർത്ഥം.
അപ്പോൾ എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 പ്ലസ് എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് -2 ആണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് കൂട്ടുന്നത്. അപ്പം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 2ൽ നിന്ന് 1 കുറച്ച് 1. വലുതിൻ്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പം -1 വലുതിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത്. ഇനി കോമൺ ഡിഫറൻസ് എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1. അപ്പം 2 ഇൻറ്റു 1 2 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. nth ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ xn ഈക്വൽ ടു ഇവിടെ d എത്രയാണ്? കോമൺ ഡിഫറൻസ് 2. അപ്പോൾ 2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 2n പ്ലസ് എഫ് എത്രയാണ്? ഫസ്റ്റ് ടേം -1 മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. ഇവിടെ എഫ് -1ഉം ഡി 2 ആണ്. അപ്പം -1 -2 ഇതെന്താകും? 2n പ്ലസ് -1 -2 എത്രയാ? 1ഉം 2ഉം കൂടെ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇട്ടാൽ മതി. -3. അപ്പോൾ ഈക്വൽ ടു 2n പ്ലസും മൈനസും അടുത്ത് വന്നാൽ മൈനസ് ആയിരിക്കും. അപ്പോൾ 2n -3. അപ്പോൾ ഫസ്റ്റ് ടേം -1ഉം കോമൺ ഡിഫറൻസ് 2ഉമായ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം 2n -3 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സം ഓഫ് ഫസ്റ്റ് n ടേംസ് 2n² - n. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 2 ആണ്. എന്നിൻ്റെ കോയിഫിഷ്യൻ്റ്, എന്നിൻ്റെ ഇടതുവശത്ത് ഒരു സംഖ്യയും ഇല്ല, അപ്പോൾ 1 ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് -1. അപ്പോൾ 2 പ്ലസ് -1 ഇത് കൂട്ടിയാൽ എത്രയാ? വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ച് 1. വലുത് ഏതാണ്? 2 ആണ്. 2 പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ 1 പോസിറ്റീവാണ്. ഒരു ചിഹ്നവും ഇട്ടില്ലെങ്കിൽ +1 എന്നാണ് അർത്ഥം. ഇനി കോമൺ ഡിഫറൻസ് എന്ത് വരും? 2 ഇൻറ്റു n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 2. 2 ഇൻറ്റു 2 4. അപ്പോൾ ഇവിടെ nth ടേം xn എന്തായിരിക്കും? ഇവിടെ ഫസ്റ്റ് ടേം f1ഉം കോമൺ ഡിഫറൻസ് d 4ഉമാണ്. അപ്പം dn എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു n 4n പ്ലസ് എഫ് എത്രയാണ്? ഫസ്റ്റ് ടേം 1 -4. അപ്പോൾ എന്ത് വരും? 4n പ്ലസ് 1ൽ നിന്ന് 4 കുറയ്ക്കുന്നു, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്നു. അപ്പം 4ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 3. എന്നിട്ട് മൈനസ് ചിഹ്നം ഇടണം. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ 4ൽ നിന്ന് 1 കുറയ്ക്കുക, എന്നിട്ട് മൈനസ് ചിഹ്നം ഇടുക. പ്ലസും മൈനസും അടുത്ത് വന്നാൽ അത് മൈനസ് ആകും. അപ്പോൾ 4n -3. അപ്പോൾ ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 4ഉമായ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം 4n -3. ഇനി ലാസ്റ്റ് കണക്ക്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് n² - n. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം a + b ആണ് അല്ലേ? അപ്പോൾ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാ? n സ്ക്വയറിൻ്റെ ഇടതുവശത്ത് സംഖ്യ ഒന്നുമില്ല, അപ്പോൾ ഇവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. അതേപോലെ എന്നിൻ്റെ ഇടതുവശത്തും സംഖ്യ ഒന്നുമില്ല, അപ്പം 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ് പ്ലസ് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് -1 ആണ്. ഇവിടെയും വ്യത്യസ്ത ചിഹ്നങ്ങളാണ് കൂട്ടുന്നത്. അപ്പം വലുതിന് ചെറുത് കുറയ്ക്കുക. വലുതില്ല, 2 ഒരേ വലിപ്പമാണ് അല്ലേ? അപ്പോൾ 1ൽ നിന്ന് 1 കുറച്ചാൽ 0 ആണ്. 0 നെഗറ്റീവോ പോസിറ്റീവോ അല്ലല്ലോ, അപ്പം 0ന് ചിഹ്നം ഇടണ്ട. ഒരേ സംഖ്യകൾ വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടുമ്പോൾ 0 ആയിരിക്കും. ഇനി കോമൺ ഡിഫറൻസ് d എന്തായിരിക്കും? 2 ഇൻറ്റു n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1. 2 ഇൻറ്റു 1 2. ഇനി ഫസ്റ്റ് ടേം 0ഉം കോമൺ ഡിഫറൻസ് 2ഉമായ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം എന്താണെന്ന് നോക്കാം. കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പം 2 ഇൻറ്റു n 2n പ്ലസ് ഫസ്റ്റ് ടേം 0 ആണ്, 0 - 2 d 2 ആണ് കോമൺ ഡിഫറൻസ്. അപ്പം 2n പ്ലസ്
0ത്തിൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? ചെറുതിൽ നിന്നാണ് ഇവിടെ വലുത് കുറയ്ക്കുന്നത്. അപ്പോൾ 2ന് 0 കുറയ്ക്കുക, 2 മൈനസ് ചിഹ്നം ഇടുക. പ്ലസും മൈനസും അടുത്ത് വന്നാൽ മൈനസ് ആയിരിക്കും. അപ്പോൾ 2n - 2. അപ്പോൾ ഫസ്റ്റ് ടേം 0യും കോമൺ ഡിഫറൻസ് 2മായ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം എന്താണ്? 2n - 2.